ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UAE വ്യോമ പ്രതിരോധ സംവിധാനം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നും ഉള്ള മിസൈലുകളെയും ഡ്രോണുകളെയും വ്യോമ പ്രതിരോധ സംവിധാനം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആ മെസ്സേജിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ സമയങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം അതിനെ പ്രതിരോധിക്കുന്നതാണ് എന്നതുൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അബുദാബി ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ വരുന്ന മിസൈലുകളെ, ഡ്രോണുകളെ എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൃത്യമായ ഇടവേളകളിൽ അത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ? ആ പ്രിക്കോഷൻസ് വേണ്ട സമയങ്ങളിൽ പ്രിക്കോഷൻസ് എടുക്കാൻ ഈ അറിയിപ്പുകൾ എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട്? തീർച്ചയായിട്ടും നേരത്തെ ശ്രീ ബഹ്റൈനിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇപ്പോഴും നല്ല സുരക്ഷിതത്വത്തിൽ തന്നെയാണ് കഴിയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോൾ ആ നിമിഷം തന്നെ നമ്മുടെ എല്ലാവരെയും അത് അലേർട്ട് മെസ്സേജ് വഴി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഭീഷണി ഒഴിവായി കഴിഞ്ഞാൽ ആ വിവരവും ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും, സ്വദേശികളെയും വിദേശികളുമായിട്ടുള്ള എല്ലാവരെയും കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് എന്നുള്ളത് വല്ലാത്ത ആശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ ഇവിടുത്തെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. സംഭവവികാസങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങുന്നത്. പക്ഷേ ആ എല്ലാ അനിശ്ചിതാവസ്ഥകളെയും മറികടന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഭരണ സംവിധാനം അതിനെ നേരിടാൻ വേണ്ടി സജ്ജരായി എന്നുള്ളതാണ് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അത് നമുക്കറിയാം, ഈ രാജ്യത്ത് ഉൾപ്പെടെ ഈ ഗൾഫ് മേഖലയിലൊക്കെ ഒരുപക്ഷെ സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികൾ താമസക്കാരായിട്ട് ഉള്ള ഒരു സംവിധാനമാണുള്ളത് ജനസംഖ്യയിൽ. പക്ഷേ അതിൽ യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും സുരക്ഷിതത്വം ഒരുപോലെ ഉറപ്പാക്കുന്നതിൽ ഇവിടുത്തെ ഭരണ സംവിധാനം വല്ലാതെ മികവ് നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ആ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം ആയിട്ട് പോലും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടന്ന എല്ലാ മനുഷ്യരെയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടുത്തെ സർക്കാർ സംവിധാനം അത് ഉടനെ തന്നെ അറേഞ്ച് ചെയ്തു എന്നുള്ളതും വളരെ അവരുടെ എല്ലാം വിഷമം പരമാവധി ലഘൂകരിക്കുന്നതിൽ അതൊരു സംവിധാനം ഉണ്ടാക്കി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കേരള ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ലോക കേരള സഭാംഗങ്ങൾ മുഖേന ഈ എല്ലാ രാജ്യങ്ങളിലും കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി ഈ പറയുന്ന മലയാളികളായിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ തയ്യാറായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഘർഷാവസ്ഥ അയഞ്ഞു വന്ന് സാധാരണ നിലയിൽ എത്തണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ UAE-യിലും അല്ലെങ്കിൽ GCC-യിലും എല്ലായിടത്തുമുള്ള പ്രവാസികൾ ഇപ്പോൾ ജീവിക്കുന്നത്. തീർച്ചയായും. എന്തായാലും ഈ നമ്മളുടെ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് നമുക്കൊപ്പം പങ്കെടുക്കുന്നത്. നിരവധിയായിട്ടുള്ള പ്രവാസികളുള്ള നാടാണ് നമ്മുടേത്. ഒരുപാട് ആശങ്കകൾ എന്തവിടെ നടക്കുന്നു എന്നത് സംബന്ധിച്ച് ഓരോരുത്തരുടെയും മനസ്സിലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളെ നമ്മൾ പങ്കെടുപ്പിക്കുന്നത്. അവർ നൽകുന്ന വിവരങ്ങൾ ഓരോ പ്രേക്ഷകനെയും സംബന്ധിച്ച് ആശ്വാസകരമാകും എന്നതാണ് ഞാനും കരുതുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനുള്ളത്, സിക്സർ അടിച്ച് സഞ്ജു ഇന്നിങ്സ് തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരികയാണ്. ശ്രീ PM നാരായണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന ഒരു വാർത്ത, UAE ഇറാനെതിരെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ളൊരു വാർത്ത പ്രചരിക്കുന്നു. അതിനുശേഷം UAE തന്നെ അക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. അത്തരമൊരു ആക്രമണവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ്, അല്ലെങ്കിൽ എന്താണ് സാഹചര്യമെന്ന് നിരീക്ഷിച്ചു വരികയാണ് എന്നതാണ് UAE-യുടെ ഒരു ഇപ്പോഴത്തെ സ്ഥിരീകരണം. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രത്യാക്രമണം നടത്തിയെന്നുള്ള കാര്യം അവർ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് എത്ര നാൾ ഈ നിലയിൽ തുടരാൻ കഴിയും? അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അതിന് അവസരമൊരുക്കി എന്നതുകൊണ്ട് മാത്രം അവർ ലക്ഷ്യമിടുകയാണ്. എപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നു, ആ സമയങ്ങളിലൊക്കെ പ്രത്യാക്രമണം ആ രീതിയിൽ ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് കടുപ്പിക്കുന്നു എന്ന് നമ്മൾ കാണാം. ഇന്നലെ ഒരു സമാധാനത്തിന്റെ സൂചനകൾ പ്രശസ്കിയാൻ നൽകിയെങ്കിൽ അദ്ദേഹം അത് പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ എത്ര നാൾ ഈ രീതിയിൽ മുന്നോട്ട് പോകും ഗൾഫ് രാഷ്ട്രങ്ങൾ?
ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫേസിൽ കൂടിയാണ് ആ മേഖല മൊത്തം കടന്നു പോകുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. പ്രധാനമായും ഇറാൻ ഈ യുദ്ധത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നത് അല്ലെങ്കിൽ വിഡിതം എന്നത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്നതാണ്. ഗൾഫ് രാജ്യങ്ങളെ എന്ന് ഉദ്ദേശിച്ചാൽ അവരുടെ അമേരിക്കൻ താവളങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെയാണ് ഇറാൻ നേരിട്ട് മിസൈലിലൂടെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഏത് തരത്തിലുള്ള നിലപാടുകൾ എടുക്കണം എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രധാന സംഗതിയാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിന് രണ്ട് വൻ ശക്തികളോട്, അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന യുദ്ധത്തോട് പ്രതിരോധിച്ചു നിൽക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വല്ലതും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വയബിൾ ആയിട്ടുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന്. ആ ഓപ്ഷനെയാണ് ഇറാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ അട്ടിമറിച്ചത്. അതായത് ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങളെ ആക്രമിക്കുക എന്നതിലൂടെ ഇറാൻ ആ സാധ്യതയാണ് അട്ടിമറിച്ചത്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പെഷസ്കിയാൻ ഇറാൻ പ്രസിഡന്റ് ഇതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് GCC രാജ്യങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ തന്നെ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ മാപ്പ് ചോദിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, വി വിൽ അറ്റാക്ക് അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇൻ ഗൾഫ് റീജിയൻ. ഇത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അതോടുകൂടെ ഈ മേഖലയിൽ ഇറാനും ഗൾഫിലെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇൻഡയറക്ട്ലി അമേരിക്കയെയും ഇസ്രായേലിനെയും അനുകൂലമായി ഭവിക്കുകയാണ് ചെയ്യുക. ഇതിനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കൂടെ ഞാൻ പറയാം. കാരണം ഈ കഴിഞ്ഞ 10-20-30 വർഷമായിട്ട് ഗൾഫ് മേഖല നമ്മൾ മുമ്പ് കണ്ടിരുന്ന രീതിയിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഗൾഫ് മേഖല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഈ GCC രാജ്യങ്ങളിൽ പലതും ഇന്ന് അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ച കാര്യമാണ്, ട്രംപ് പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്ത് ആദ്യം വിസിറ്റ് ചെയ്ത രാജ്യം എന്നത് UAEയും സൗദി അറേബ്യയും ആണ്, ഖത്തറുമാണ്. എന്ന് വെച്ചാൽ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അതായത് ഇക്കണോമിക് കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ $2 ട്രില്യൺ ആണ്. അതായത് അമേരിക്കയ്ക്ക് ഇന്ന് അടുത്ത കാലത്തൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്, ട്രേഡ് കമ്മിറ്റ്മെന്റ് ആണ് ഈ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്കയും ഗൾഫിലെ GCC മേഖലയും തമ്മിൽ വളരെ അടുത്ത ഇക്കണോമിക് കണക്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ അയക്കുന്ന കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.